ഇന്ന് നമ്മൾ വളർത്തുന്ന ആടുകൾ എങ്ങനെ നമ്മുടെ കൂടെ എത്തിയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും അവ മനുഷ്യരുടെ കൂടെ എത്തിയത് വളർത്തുപശുക്കളും ആടുകളും പ്രജനനം ചെയ്യാനുള്ള പുരാതന മനുഷ്യരുടെ ശ്രമഫലമായിരുന്നു. ഈ പ്രക്രിയയുടെ തുടക്കം ഏകദേശം 10,000 മുതൽ 11,000 വർഷങ്ങൾക്ക് മുമ്പ് നിയോലിത്തിക് കാലഘട്ടത്തിൽ നടന്നതായാണ് ശാസ്ത്രീയ നിഗമനത്തിലെത്തിയത്. ആദിമ മനുഷ്യർ ആദ്യം കാട്ടിൽ ആടുകളെ വേട്ടയാടിയായിരുന്നു ഭക്ഷണം നേടിയത്. എന്നാൽ പിന്നീട് വേട്ടക്കാർക്കും ആദിമ കർഷകർക്കും ആടുകളെ തങ്ങളോടൊപ്പം വളർത്തിയാൽ ഭക്ഷണം, പാൽ, കട്ടി, തോൽ എന്നിവ എളുപ്പത്തിൽ ലഭിക്കുമെന്ന തിരിച്ചറിവ് ഉണ്ടാവുന്നു. ആടുകൾ പലവിധ കാലാവസ്ഥകളിലും ജീവിക്കാൻ കഴിയുന്ന സാധ്യതയുള്ളതുകൊണ്ട് മനുഷ്യർ അവരെ മെരുക്കാൻ ശ്രമിച്ചു. ആടുകളുടെ തോൽ ഒപ്പം ചാണകം തീ വയ്ക്കുന്നതിനും അവയുടെ മാംസം ഭക്ഷ്യയോഗ്യമായി ഉപയോഗിക്കുന്നതുമായി വനവികാസം ശക്തമായി. ജനങ്ങൾ കൃഷി ആരംഭിച്ചതിനുശേഷം അപ്പോഴേക്കും ആടുകൾ അവർക്കൊപ്പം യാത്ര ചെയ്യുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. ശാസ്ത്രജ്ഞർ കണ്ടെത്തിയതുപോലെ ആടുകളുടെ ആദിമവംശം പശ്ചിമേഷ്യ, അതായത് മിഡിൽ ഈസ്റ്റ് പ്രദേശങ്ങളിലെ കാട്ടാടുകളിൽ നിന്നാണ് വികസിച്ചത്. പ്രധാനമായും ഇറാൻ, തുർക്കി, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ ആയിരുന്നു ആദ്യകാല ആടുകളുടെ വളർത്തൽ തുടങ്ങിയത്. പിന്നീട് ആടുകൾ ഇന്ത്യയിലും ചൈനയിലും അതിവേഗം വ്യാപിച്ചു. ഇന്ന് ആടുകൾ വിവിധയിനത്തിൽ ലോകമെമ്പാടുമുള്ള വിവിധ സമൂഹങ്ങളിൽ പാൽ, മാംസം, വസ്ത്രം എന്നിവയ്ക്ക് പ്രധാനവുമായ ഒരു ഭാഗമാണെന്ന് പറയാം.